നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. തിരൂരങ്ങാടിയിൽ നിന്നും ഒരു വയസ്സായ കുഞ്ഞുമായി കടന്നുകളഞ്ഞ പിതാവിനെതിരെ പീഡന പരാതിയുമായി യുവതിയുടെ കുടുംബം രംഗത്ത്. മൂന്നിയൂർ വെളിമുക്ക് പടിക്കൽ സ്വദേശിയായ മുഹമ്മദ് സഫീറിനെതിരെയാണ് ഇയാളുടെ ഭാര്യ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. കുഞ്ഞുമായി യുവാവ് പോകുമ്പോൾ കുഞ്ഞിന്റെ ദേഹത്ത് 4 പവനോളം സ്വർണമുണ്ടായിരുന്നതായും എന്നാൽ അതെല്ലാം കുഞ്ഞിന്റെ പിതാവ് അപഹരിച്ചെന്നും കുഞ്ഞിന്റെ മാതാവിന്റെ 20 പവനോളം സ്വർണവും സഫീർ അപഹരിച്ചെന്നും സ്വർണം നൽകാൻ വിസമ്മതിച്ച യുവതിയെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ച് സ്വർണം കൈക്കലാക്കിയതായും കുടുംബം പരാതി പറഞ്ഞതായി സൊസൈറ്റി ഫോർ പീപ്പിൾ റൈറ്റ്സ് ഭാരവാഹികൾ പറഞ്ഞു. കുട്ടിയുടെ മാതാവിങ്കലേക്ക് കുട്ടിയെ കൈമാറിയിട്ടുണ്ട്. കുട്ടിയെ ഇനി കോടതിയിൽ ഹാജരാക്കണമെന്നും വൈദ്യപരിശോധന നടത്തണമെന്നും ഒക്കെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും കുട്ടി മാതാവിൻ്റെ കയ്യിൽ വന്നപ്പോൾ കുട്ടി പരിഭ്രമിച്ച രീതിയിലാണുള്ളത്. കുട്ടി ആകെ അന്താളിച്ചിട്ടുണ്ട്. കുട്ടിക്ക് ഭയപ്പാടുണ്ട്. ഇതെൻ്റെ ഉമ്മയാണോ എന്ന് തിരിച്ചറിയാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ കുട്ടിക്ക് സാധിക്കാത്ത ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. മലയാളം കുറച്ച് ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞിരുന്ന കുട്ടി ഇപ്പോൾ ഹിന്ദി ഭാഷ ക്യാ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് പലവരും ഇവിടെ അതിന് സാക്ഷികളാണ്. അങ്ങനെ കുട്ടിയെ മറ്റു രീതിയിലേക്ക് പരിവർത്തനപ്പെടുത്തി കുട്ടിയെ വശീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ ശരീരത്തിൽ ഒരു 4ഓളം പവൻ ആഭരണങ്ങളുണ്ടായിരുന്നു. കുട്ടിയുടെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് കുട്ടിയുടെ അമ്മാമന്മാരും അവരൊക്കെ ഉണ്ടാക്കി കുട്ടിക്ക് സമ്മാനമായി നൽകിയ കുട്ടിയുടെ കാലിലെ പാദസാരവും കുട്ടിയുടെ കഴുത്തിലെ ചെയിനും കുട്ടിയുടെ കൈമലെ കൈച്ചെയിനും ഒക്കെ ഇവൻ ഈ ഒരു മാസം കൊണ്ട് അപഹരിച്ചിട്ടുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ പിതാവ് എന്ന് പറയുന്നവൻ അപഹരിച്ചിട്ടുണ്ട്. അത് കുട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാവിനെ ഇവനെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുന്ന സമയത്ത് 20ഓളം പവൻ സ്വർണം കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയിരുന്നു. ആ സ്വർണ്ണങ്ങൾ ഘട്ടം ഘട്ടമായി ഈ സഫീർ എന്ന് പറയുന്ന കുട്ടിയുടെ പിതാവ്, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഈ പിതാവ് എന്ന് പറയുന്ന ഇദ്ദേഹം പല ഘട്ടങ്ങളിലായി അപഹരിച്ചെടുക്കുകയും ഈ മാതാവ് ഈ സ്വർണം കൊടുക്കാൻ തയ്യാറാവാത്ത പക്ഷം പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും കനിഷ്ഠമായ നിർദ്ദേശപ്രകാരം അതെനിക്ക് തരണമെന്ന് ഫലമായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ഇവൻ ബിസിനസ് ചെയ്യുന്ന തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും 4 മാസം ഇവൻ്റെ കൂടെ നിർത്തി ഈ സ്വർണ്ണങ്ങൾ മുഴുവനും ഇവൻ അപഹരിച്ചെടുക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടിയെയും തട്ടിയെടുത്തുകൊണ്ട് ഈ മാതാവിനെ മാനസികമായി പീഡിപ്പിച്ച് 1 മാസത്തോളം ഈ കുട്ടിയുടെ മാതാവ് മാനസിക സമനില തെറ്റി ഭക്ഷണം പോലും കഴിക്കാതെ വീട്ടിൽ വളരെയധികം വിഭ്രാന്തിയോടെ കഴിഞ്ഞുകൂടുന്ന ഒരു ദൃശ്യമാണ് ഞങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞത്. ജൂൺ 25-നാണ് സഫീർ തിരൂരങ്ങാടിയിലെ പന്താരങ്ങാടി 16-ലെ ഭാര്യ വീട്ടിൽ നിന്നും 1 വയസ്സായ മകളുമായി ഇറങ്ങിയത്. സുഹൃത്തിന്റെ കല്യാണത്തിന് പോകാനെന്ന വ്യാജേനയാണ് ഇയാൾ കുഞ്ഞുമായി ഇറങ്ങിയത്. തുടർന്ന് ഇവരെ കാണാനില്ലാത്തതിനെ തുടർന്ന് കുഞ്ഞിന്റെ മാതാവ് തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സഫീറിന് മറ്റൊരു യുവതിയുമായി ബന്ധമുള്ളതായി കണ്ടെത്തിയത്. പശ്ചിമ ബംഗാൾ സ്വദേശിയായ സഞ്ജിത ചാറ്റർജിയുമായി 5 മാസത്തോളമായി സഫീർ ബന്ധത്തിലായിരുന്നു. ഇൻസ്റ്റഗ്രാം വഴിയാണ് യുവതിയെ പരിചയപ്പെട്ടത്. യുവതിക്ക് 4 വയസ്സായ മകനുമുണ്ട്. സഞ്ജിത ചാറ്റർജി ഭർത്താവുമായി അകന്നു കഴിയുകയാണ്. തുടർന്ന് സഫീറും സഞ്ജിതയും 4 വയസ്സായ മകനും സഫീറിന്റെ 1 വയസ്സായ മകളുമായി ഒളിച്ചോടുകയായിരുന്നു. ഇവരെ കൊൽക്കത്തയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇയാളിൽ നിന്നും 4 ലക്ഷം രൂപയുടെ കള്ളനോട്ടും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് ലഭിച്ചതാണ് ഈ പണമെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളതെന്നാണ് വിവരം. സഫീറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.